സ്വർണ്ണ എന്റെ ഈശ്വര, ഇതുപോലെയൊക്കെ നീട്ടി നടക്കാൻ എന്നൊരു ഭാഗ്യം ഉണ്ടാവാ. എവിടെ ഒക്കെ പോയില്ലോ. മുത്തശ്ശൻ കണ്ടാന്ന് ചീത്ത ഉറപ്പായിട്ട് കിട്ടും. കടയും തുറന്നത് എവിടെ പോയി? ഇവിടെ കൊടുക്കുന്ന പേപ്പറിന്റെ പൈസ ഒരു മാസം കഴിഞ്ഞല്ല കൈ കിട്ടാറ്. അതിന് കുഞ്ഞുണ്ണിയാരെ പോലെ പലിശ കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം 10-15 റുപ്യെങ്കിലും കൈ കിട്ടണ്ടാണ്. അതിനിപ്പോ 4 പഴം തിന്ന എന്താ കുഴപ്പം? കക്ക് തന്നെ 4 എണ്ണം. കള്ളന്മാരുടെ ശല്യം രാത്രിയിലും ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ പകലും തുടങ്ങിയോ? ഈശ്വര, ഒച്ച വെച്ച കള്ളൻ ഓടിക്കളയും. എന്ത് പണിയായി കാണിച്ചത് മോനെ? രമേശ, 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 നീ കണ്ണു തുറക്ക. നീ കണ്ണു തുറക്കും മോനെ. ഇനി എന്താ ചെയ്യാ മുത്തശ്ശ? രമേശ, 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 മോനെ എഴുന്നേക്ക്. എന്താ നിനക്ക് പറ്റിയത്? എന്താന്ന് അറിയില്ല, പെട്ടെന്ന് തലയ്ക്കകത്തൊരു മിന്നല് പോലെ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ചെറുതായ ഒരു വേദന. ഗോവിന്ദേട്ടൻ എന്തിനാ ചിരിക്കണ? ഇപ്പൊ ചിരിയാ വരട്ടെ. ഇവിടെ ഒരാൾക്കൊരു ചെറിയ അബദ്ധം പറ്റിയതാ രമേശ. ചുവന്ന തലക്കെട്ടും കെട്ടി പുറംതിരിഞ്ഞ് പഴയ കണ്ടപ്പോ ഞാനും ആദ്യം വിചാരിച്ചു കള്ളനാണെന്ന്. അടിക്കാൻ പറഞ്ഞത് ഞാൻ തന്നെയാ. അയ്യോ, അപ്പൊ അടിച്ചതാ? അമ്മണിയടുത്തൊന്നും അല്ല, ഇത് വേറൊരാളാ. പിന്നെ ആര്? നീ ആളെ കണ്ടാ ദേഷ്യപ്പെടുകയും വഴക്കുകയൊന്നും ചെയ്യാൻ പാടില്ല. എന്നാ പിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ ഞാൻ. കണ്ടാൽ അങ്ങനെ ഒരു ബുദ്ധിയൊക്കെ തോന്നും. ഇങ്ങനെ വന്നേ കുട്ടിയെ, പേടിക്കൊന്നും വേണ്ട, അവൻ നിന്നൊന്നും ചെയ്യില്ല. ഇങ്ങോട്ട് വരൂ കുട്ടി. നിന്റെ മോളുടെ കുട്ടിയാ, അവൾ ഇന്നലെ വന്നതാ. അതേ, പരിചയമില്ലാത്തോണ്ട് അവക്കൊരു അബദ്ധം പറ്റിയതാ, നീ അത് കാര്യാക്കണ്ട. നീ പേപ്പർ കൊണ്ട് വന്നാവൂല്ലേ? അതെ, കടയിലുണ്ട്. അന്ന് ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, നല്ല കുട്ടിയാണ്. വേറെ വല്ല ചെക്കന്മാരും ആയിരുന്നെങ്കിൽ കണ്ടശനിയായിട്ട് ഇപ്പൊ ദേഹത്തൂന്ന് പോവുമോ? അത് പപ്പടം തന്നെയാണ്. എന്താ നിന്റെ ഉദ്ദേശം? മാസം 1 ബാക്കിയുള്ളോ നേരാൻ വേണം കക്കൂസി പോകാൻ വയ്യാണ്ട് ബുദ്ധിമുട്ടണു. അതെന്ത് പറ്റി ഗോവിന്ദേട്ടാ? അപ്പൊ നിങ്ങൾ ഡോക്ടറെ ഒന്നും കണ്ടില്ലേ? ഡോക്ടറെ എന്തിനു കാണണം? ഇവൻ ഒറ്റ ഒരുത്തനാണ് ഉത്തരവാദി. അപ്പൊ നിങ്ങൾ ഇവനെ പോലെ കുളത്തിന്റെ പക്കത്താണോ തൂറായിരിക്കണേ? അയ്യേ, ഞാൻ ഇവന്റെ ടൈപ്പ് ഒന്നും അല്ല. പിന്നെ നീ വല്ല മരുന്നും കലക്കി കൊടുത്തോ ഗോവിന്ദേട്ടന്? മരുന്നും മന്ത്രമൊന്നും അല്ല. നീ കേക്ക് രമേശ, കക്കൂസിന്റെ ചുവരിടിഞ്ഞ് വീണത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഇവൻ എന്നെ കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് മാസം 1 എന്റെ അമ്മേ, നീ എന്ത് പണിയുടെ കാണിച്ച? ഇപ്പൊ ഈ പണിയായിട്ട് ഞാനല്ലട്ടാ, ഗോവിന്ദേട്ടനാ. മോൻ കണ്ടറിയാ എന്ന് പറഞ്ഞ വയറാകെ സ്തംഭിച്ചിരിക്കുക. അതറിയാനുണ്ട്.
നിനക്ക് ശരിയാക്കി തരാൻ പറ്റുമോ ഇല്ലയോ? അതിന് ഗോവിന്ദേട്ടൻ ഒന്ന് വയറിളിക്കാൻ മതി, പിന്നെ ഗ്യാസിന് ശല്യം ഉണ്ടാവില്ല. എടാ അതൊക്കെ ഞാൻ ചെയ്തോളാം. കക്കൂസിന്റെ കാര്യം ഞാൻ ചോദിച്ചത്. ഇനി ഒരു അവധി ഞാൻ പറയുന്നില്ല, ഉറപ്പായിട്ടും താമസിയാതെ ശരിയാക്കി കളയാം. ശരിയാക്കി കളയൊന്നും അല്ല, ശരിയാക്കാം. എന്ന് തിങ്കളാഴ്ച ആണല്ലോ. നിന്റെ ഈ വാക്ക് ഞാൻ വിശ്വസിക്കുകയാണ്. വിശ്വസിക്കാം. നീയാണ് സാക്ഷി. ഉറപ്പാണല്ലോ? ഉറപ്പാ. ഉറപ്പാണല്ലോ? ഉറപ്പാ. ആ. ഒരു പാക്കറ്റ് സിഗരറ്റ്, ഒരു തീപ്പെട്ടിങ് എടുത്തോ. വിൽസ് വേണ്ട, വില കൂടുതലാ. ഒന്ന് സഹായിക്കട്ടെ രമേശ. പൈസ ഇട്. പൈസ കക്കൂസന്റെ പറ്റില്ല ഇരിക്കും, ഞാൻ ശരിയാക്കല്ലേ എപ്പോഴാണെങ്കിലും. ചുമ്മാ നല്ലടാ നിന്നെ പച്ചോന്തേന്ന് വിളിക്കണേ. എന്താ നിന്റെ പേര്? എന്താ എന്റെ പേര്? രമേശ്. രമേശിന്റെ പേരാണ്. എന്റെ പേരെടുക്കാൻ പറഞ്ഞു. ഒരു മിനിറ്റ്. വേണ്ട വേണ്ട, കൂടുതലൊന്നും ആലോചിക്കണ്ട. പച്ചോന്തേന്ന് എഴുതിക്കോളാം. ഇതൊക്കെ വാങ്ങിയിട്ട് നീ കക്കൂസ് ശരിയാക്കി കൊടുത്തില്ലെങ്കിൽ ശാപം കിട്ടോ. അത് ഞങ്ങൾ നമ്മൾ ചെയ്തോളാം. അമ്നിയമ്മ എവിടെ പോയി ഗോവിന്ദേട്ടാ? അമ്നിയമ്മ അവളെ നമ്മുടെ അന്തർമോലാളുടെ ബംഗ്ലാവ് വരെ പോയിരിക്കുക. അത് വിലയ്ക്ക് വാങ്ങിയ ഉടമസ്ഥം വരുന്നുണ്ട് അത്ര അടുത്ത മാസം. അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി ഇടാൻ വേണ്ടി ആ കാര്യസ്ഥൻ രാമൻ വന്ന് വിളിച്ച് അങ്ങോട്ട് പോയതാ. രാഘവ, നീ ആ തോക്കെടുത്ത് പേടിച്ചോ? ഇല്ലാണ്ട് തോക്കെടുത്തൊരു കളി അതൊക്കെ പൊട്ടും. പൊട്ടാൻ ഇതിനകത്ത് തിരയൊന്നുമില്ല അമ്മിണിയെടുത്തിയേ. ആകെ പൊടി അഴുക്കും തന്നെ അല്ലേ? ആൾപെരുമാറ്റം ഇല്ലാണ്ടായ ഏത് മാളികയുടെ സ്ഥിതി ഇത് തന്നെയാ. അല്ല, അന്തർമുതലാളി ഒഴിഞ്ഞിട്ടിപ്പോ അധികമൊന്നും ആയിട്ടില്ലല്ലോ. 4-5 മാസായില്ലേ? പുതിയ മുതലാളി എങ്ങനെയാ? എന്തോ പുതിയ മുതലാളി എങ്ങനെയാന്ന് എങ്ങനെയാന്ന് ചോദിച്ചറിയാൻ നിനക്ക് അയാളെ കല്യാണം കഴിക്കണോ? കയ്യില് ചൂലാണ് കേട്ടോ. ഞാനും കണ്ടിട്ടൊന്നുമില്ല എന്റെ പൊന്നു ദാക്ഷായണിയെ. പിന്നെ ഒരു 4-5 പ്രാവശ്യം മൂപ്പരുമായിട്ട് ഫോണിൽ കൂടെ വർത്താനം പറഞ്ഞു, അത്ര എനിക്കും അറിയൂ. എവിടുത്തുകാരനാ? എന്തോ എവിടുത്തുകാരനാ? അതും എനിക്കറിയില്ല. രാഘവേട്ടോ, ദേ രാഘവൻ ആരെ വിളിക്കുന്നുണ്ട്. എന്താ വല്ല പറഞ്ഞോ? രാഘവനെ പുറത്താരെ വിളിക്കണ്ട്. ഈ ചെവിട് പൊട്ടൻ ഫോണും കൈ പിടിച്ചോണ്ട് നടക്കുന്ന എന്തിനാ? എന്തിനാ മടിച്ചു നിൽക്കണേ? കേറി വാടോ, ഇരിക്കടോ. പിന്നെ ഞാൻ തന്നെ വിളിപ്പിച്ചത് ഇന്നിപ്പോ തീയതി 5 അല്ലേ? ആണോ? അടുത്ത മാസം 1-ാം തീയതി മുതല് ഇവിടെ പേപ്പർ ഇടണം. ഇംഗ്ലീഷ്. ഏതാ വേണ്ടത്? അത് തന്നെയല്ലേ പറഞ്ഞത്, ഇംഗ്ലീഷ് പേപ്പർന്ന്. അല്ല, ഇംഗ്ലീഷ് പേപ്പർ തന്നെ പല തരത്തിലുണ്ട്. അതിൽ ഏത് വേണമെന്നാ ചോദിച്ചത്. ഏതൊക്കെയാ ഉള്ളത്? മാതൃഭൂമി, ഹിന്ദു. ഹിന്ദു വേണ്ട, ഹിന്ദു വേണ്ട. അയാളൊരു ക്രിസ്ത്യാനിയാ. അപ്പൊ പിന്നെ ഒരു ക്രിസ്ത്യൻ പേപ്പർ തന്നെ ആയിക്കോട്ടെ. അവൻ പറഞ്ഞ പേപ്പറിന്റെ പേരാ. ഈ കുള്ളൻ. അത് ശരി. എന്നാ അത് രണ്ടും അതിന്റെ കൂടെ 2-3 ആഴ്ചപ്പത്തും കൂടെ ആയിക്കോട്ടെ. ഇംഗ്ലീഷ് തന്നെ. പുള്ളി മിനിഞ്ഞാൻ തന്നെ നേരിട്ട് ഈ ഫോണിൽ കൂടെ വിളിച്ചപ്പോ പറഞ്ഞ കാര്യങ്ങൾ ഒന്നായി ഇത്. അല്ല, എന്നാ പുള്ളിക്കാരൻ വരുന്നത് രാഘവേട്ടാ? പുള്ളിന്നോ? പുള്ളിക്കിളിന്നൊന്നും വിളിക്കരുത്. അദ്ദേഹം വലിയൊരു കോടീശ്വരനാ. നിങ്ങളൊക്കെ മുതലാളി എന്ന് വിളിച്ചാ മതി. ആയിക്കോട്ടെ, എന്നാ പറഞ്ഞത്? പുള്ളിയുടെ അല്ല, മുതലാളിയുടെ വരവൊക്കെ കൃത്യമായിട്ട് എനിക്ക് പറയാനൊക്കില്ല. ഏതായാലും 1-ാം തീയതിക്ക് അപ്പുറം പോവില്ല, അത് ഉറപ്പാ. പിന്നെ മുതലാളിക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ പപ്പടം ഉണ്ടാക്കാൻ നോക്കുമോ? നിന്റെ അറക്കം വരുവിന് വേണമെങ്കിൽ ഓർഡർ തരാം. ഇയാളെന്താ അമേരിക്കന്ന് പപ്പട കച്ചവടത്തിന് വരികയാണ്? ചെലപ്പോ അതിനെന്നെയാവും. എന്താ പറഞ്ഞേ? പൊട്ടാന്ന്. അല്ല, അത് ഞാൻ വീട്ടിൽ പറഞ്ഞ ഏർപ്പാടാക്കിക്കോളാന്ന് പറയായിരുന്നു. പപ്പടം അടിപൊളിയായിരിക്കണം. ആ നീ ഇപ്പൊ വന്നത് നന്നായി. ഇവിടെ അലറിയിലേറെ പണിയുണ്ടേ. എന്നാ ചെയ്യാൻ പറ്റുക? മഹിളാ സമാജത്തിന്റെ വാർഷികമാണ് നാളെയും മറ്റന്നാളും. അത് കഴിഞ്ഞിട്ട് വരാം. ഇനി ഇപ്പൊ സുഖചികിത്സയുടെ ആൾക്കാരെ ഒന്ന് കണ്ടു കിട്ടണം. ആരാ? സുഖചികിത്സ ഒഴിച്ചില്ലേ? നമ്മുടെ ആയൂർ മഠത്തിലെ തമ്പുരാന്റെ ശിഷ്യന്മാര് തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചിരിക്കുക പുള്ളിയെ. അല്ല, മുതലാളിയെ. ഇന്നിപ്പോ മേഴത്തൂർക്ക് എപ്പോഴാണോ ബസ് ഉള്ളത്? ഫസ്റ്റ് ബസ്സാണോ? അതെനിക്കറിയില്ല. 3 മണിക്കൊരു ബസ് ഉണ്ട്. എനിക്കിവിടുന്ന് പോകാൻ മനസ്സ് വരുന്നില്ല. ആരെങ്കിലും കണ്ട അസലാവും. ഏതായാലും ഈ അർദ്ധരാത്രിയിൽ യാത്ര പറയുന്നില്ല. നാളെ വരും കേട്ടോ. എല്ലാരും ഉറങ്ങിയോ? ആരാ? ഈ നട്ടപ്പാരിക്ക് അറക്കങ്ങയിലും ഉറങ്ങിയില്ലേ? കാടുകുടിയൻ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ആരാന്നാ ചോദിച്ചത്? കാര്യം എന്തൊക്കെ പറഞ്ഞാൽ ഈ ഷക്കീലക്ക് നല്ല വൃത്തിയാ. എങ്ങനെ വൃത്തിയില്ലാതിരിക്കും? ഇപ്പൊ നമ്മൾ എന്റെ 4 ഉളി കണ്ടില്ലേ? എന്തായാലും കൊടുത്ത കാശ് മുതലായി. തീപ്പെട്ടി ഉണ്ടായില്ലേ? ഇല്ല, കൊള്ളി കഴിഞ്ഞു. അപ്പൊ ഓക്കെ, നാളെ കാണാം. ഓക്കെ ഓക്കെ.
അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി കല്യാണി. ആ ചേട്ടാ ഇത് ഇങ്ങനെ ചേട്ടാ ചേട്ടോ പറ്റിയൊന്ന് ശരിക്കും പേടിച്ച് രക്ഷപ്പെട്ടു. ആ വിത്തൗട്ട് എന്നാ ചായ. അബുക്ക ആ അനക്ക് ചായ കുടിക്കണ്ടേ? വേണ്ട. ഇന്ന് ഹർത്താലും വല്ലതും ഉണ്ടാ ബുക്ക? എന്തേ? ഏയ് ലീവാക്കല്ല. വേലുസ്വാമി സമാധിയായോ? നമസ്കാരം. അയ്യോ ഇതെന്താ പറ്റിയേ? ഏ? ഏ? ഇന്നലെ രാത്രി എന്തോ കണ്ടു പേടിച്ചതാ. ചുട്ടുപൊള്ളാണ് പനിയാ. മേല് പപ്പടം വെച്ചാ പൊളിക്കും, അത്ര ചൂടാ. ആ ഇത് പേടിപ്പനിയാ. അതിന് ഏറ്റവും നല്ലത് നമ്മുടെ കിണാറിനെ കൊണ്ടൊരു ചരട് ജപിച്ച് കെട്ടിച്ചാൽ മതി. അതെ പോയി. പോയോ? ആ, അയ്യോ, ചരട്. നിക്ക്, നിക്ക്, നിക്ക്. വാ വേഗം നടക്കും മോളെ. നിർത്തടാ നിർത്തടാ, നീ നമ്മുടെ പൊട്ടൻകൊള്ളന്റെ ആള് പോന്നു. നിർത്തടാ. കോമലായിട്ട് എന്താ നമ്മള് നടത്തിച്ചോണ്ടുവരണേ? സ്കൂൾ വണ്ടി ഒന്നും വന്നില്ല രമേശ. മോളെ നീ ഒന്ന് സ്കൂളിൽ വിട്ട നന്നായിരുന്നു. അതിനെന്താ, ഞങ്ങളുണ്ട് വിട്ടുതരാലോ. രവിയേട്ടൻ വിളിക്കാറുണ്ടോ? ആ വിളിക്കാറുണ്ട്. ബ്രേക്ക് കുറച്ച് കുറവാണ്, ഒന്ന് പിടിച്ചിരുന്നോളാം പറയും. അയ്യോ വീഴുവോ? ഏയ് ചേച്ചി പേടിക്കൊന്നും വേണ്ട. ഇനിയിപ്പോ അതാ വീണാ തന്നെ കുട്ടിക്കൊന്നും പറ്റില്ല. അച്ഛന് പനിക്കുള്ള ഗുളിയ വാങ്ങാൻ പറഞ്ഞു. ശ്രീദേവിയെ ഫ്രണ്ടുക്കളാ. അതെ. എന്താ നടു റോഡിലൊരു സമ്മേളനം? അല്ല രമേശ, ചെറിയച്ഛനെന്ത് പറ്റി? അതൊരു പേടിച്ചവനെയാണ്. ഇന്നലെ രാത്രി രക്ഷസിനെ എന്താ കണ്ട് പേടിച്ചാണ്. അങ്ങനെ വരട്ടെ. അപ്പൊ സംഗതി ശരി തന്നെ. നമ്മുടെ പരിസരത്ത് രക്ഷസിന്റെ ഒരു വിസിറ്റിംഗ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇന്നലെ രാത്രി ഞാനും കണ്ട് പേടിച്ചു. രക്ഷസ് സിഗരറ്റ് വലിക്കും രാഘവേട്ട. അത് നിനക്ക് തോന്നിയതായിരിക്കും. ഇതൊരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് ബന്ധിക്കന്നെ വേണ്ടി വരും. ഓ മന്ത്രവാദി കൊണ്ടുവരുന്ന എന്തിനാ? രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന പോരെ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, അമ്പലത്തിൽ വഴിപാടായിട്ട് രക്ഷസിന് ഒരു പായസം കഴിപ്പിച്ചാ പോരെ? അത് നിങ്ങൾ തന്നെ അവിടെ പറഞ്ഞാ മതി. ആരോട്? അരക്കൻ വേലുവിനോട്. അത് നിന്റെ ചെറിയച്ഛനല്ലേ? നീ കേറ്. ആ ഏറെയാണ്. ഏത് പൈസ വേണ്ടത് രക്ഷസിന്? സേമിയ പായസം ഇഷ്ടം. ഞാനതല്ല പറഞ്ഞു, നമ്മുടെ കാര്യം മനസ്സിലായില്ല. നീ എന്തടി പറയുന്നത്? കേട്ടോ ഞാൻ പറഞ്ഞ കാര്യം. എന്ത് കാര്യം? ഒന്ന് പോണ്ടോ? ഇവരുടെ ഈ ഒളിച്ചോളിയും വർത്താനം എത്ര ദിവസം വെച്ച് ഇങ്ങനെ പോവാ? ഓ ഈ കാത്തിരിപ്പ് സഹിക്കാൻ വയ്യാത്തെ. ഇത്ര പേടിയുള്ള രീതി നിൽക്കണോ? ദേ ആ പൊട്ടഞ്ചക്കം വരുന്നുണ്ട്. ആര്? അവളുടെ ഏട്ടനാ. വാ നമുക്ക് പോവാം. ആ അതല്ലേ ഏൽപ്പിച്ചു കഴിഞ്ഞു. എന്താ ഈ കേക്കണില്ല? കുള്ളൻ ആരോടെ ഇത്ര ഉറക്കേ? പുതിയ മുതലാളി വിളിക്കാവും. ഓ ഭൂമിയുടെ അപ്പുറത്തുനിന്ന് ആയതുകൊണ്ടായിരിക്കും ഇത്ര ഉറക്കെ തൊള്ളയിരുന്നത്. ആ പിന്നെ മുതലാളി വരുമ്പോ ഒരു സാധനം ഹലോ ഹലോ നാശം. കാര്യമായിട്ടൊരു സംഗതി പറയാൻ തുടങ്ങുമ്പോഴാ ഫോണിന്റെ ഒരു കളി. അയ്യോ ചെടിക്ക് നോവും. നന്നായിട്ട് തിരക്കടി. അവിടെ ആ നനയ്ക്കണ്ടേ? അതെ പൊട്ടംകുള്ളം വരുന്നത്. ഇനി ഇവിടെ വന്നിട്ട് എന്താക്കാനാണാവോ? എന്ത് സാധനം കൊണ്ടുവരാനാ നിങ്ങൾ മുതലാളിയോട് പറഞ്ഞത്? അത് നീ എങ്ങനെ കേട്ടു? നിങ്ങളുടെ മുതലാളി ചെവിവോട്ടനൊന്നും അല്ലല്ലോ. എന്താ പറഞ്ഞേ? അല്ല, എനിക്ക് എന്ത് പറഞ്ഞാലും കേൾക്കാന്ന് പറയായിരുന്നു. നീ എന്താ ആളക്കളിയാക്കാണോ? അല്ല രാഘവേട്ട, പിന്നെ? നിങ്ങളുടെ പുതിയ മുതലാളി വരുമ്പോഴേ ഈ ചെവിയിൽ വെക്കുന്ന ഒരു കുന്ത്രാണ്ടം കൊണ്ടുവരാൻ പറയാറുന്നില്ലേ? അതെ ഞാനൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്, വരുമ്പോ കൊണ്ടുവരേണ്ടതാ. ഇനിയിപ്പോ അതിന്റെ ഒരു കുറവുണ്ട്. എന്തേ? അതെ അതെ അതെ, നല്ല തിളച്ചു മറിയുന്ന എണ്ണ ഓ, അതിനിടയ്ക്ക് അവർക്ക് വേറെ സാധനമാണ് പോണം. പണിയാണ് വേണ്ടത്. അന്തർ മുതലാളി ഇല്ലേ, അയാളെ പിഴിഞ്ഞൊരു വഴിയാക്കി കിടത്തി. അവസാനം അയാൾ ഇത് വിറ്റിട്ടും പോയി. ഇപ്പൊ ഇയാളുടെ വലയപ്പെട്ടേക്കണ അസല് തിമിങ്കലാണ്. ഇയാളുടെ ചുക്രം തെളിഞ്ഞ അല്ല എന്ത് പറയാനാണ്? പണിയെടുക്കടാ പണിയെടുക്കടാ. പണിയെടുക്കാണ്ട് നാട്ടുവിശേഷം പറഞ്ഞോണ്ട് നിന്നാലേ വൈകുന്നേരം കൂലി തരത്തില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇവനൊരു സംശയം ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്താണ് രാഘവേട്ടോ. പോട്ടൻ. അയ്യോ അവന്റെ ഒരു സംശയം. പണിയെടുക്ക് പണിയെടുക്ക്. പറയണത് കേട്ടത്തൊന്നും ഇയാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൂലി തന്നെയാണ്. കാശ് അയാളുടെ അല്ലേ? ഷേബിട് പൊട്ടൻ. നീ വേഗം പണി തീർക്ക്. ടൈലറിംഗ് സ്കൂൾ വിടാൻ സമയമായി.